നമസ്കാരം. എൻ്റെ ഒരു ഡോക്ടർ രാഹുൽ, വെറ്ററിനറി ഡോക്ടറാണ്. 2021 മുതൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏകദേശം 100 പേരാണ് റാബിസ് കാരണം മരണപ്പെട്ടത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 7 പേരോളം മരണപ്പെട്ടു. ഇതിൽ വാക്സിൻ എടുത്തവരും ഉൾപ്പെടുന്നു. ഈ ഒരു അവസരത്തിൽ സാധാരണക്കാർക്ക് റാബീസിനെ പറ്റിയും അതിൻ്റെ വാക്സിനെ പറ്റിയുമുള്ള സംശയങ്ങൾ നിരവധിയാണ്. അങ്ങനെ ചില സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മാന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റോളം ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കഴുകുക എന്നുള്ളത് വളരെ ചെറിയ പ്രക്രിയ നമുക്ക് തോന്നുമെങ്കിലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കടിച്ച നായക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉമിനീരിലായിരിക്കും വൈറസിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അതുവഴി കടിക്കുന്ന ഭാഗത്തും. വളരെ ഫ്രജൈലായ വൈറസാണ് റാബീസ് വൈറസ്. അത് കാരണം ഒഴുകുന്ന വെള്ളത്തിൽ 15-20 മിനിറ്റ് കഴുകും തോറും ഈ വൈറസ് അവിടെ നിന്ന് പോവുകയും നമുക്ക് അസുഖം കിട്ടാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള ഇത് കൂടുകയും ചെയ്യുന്നു. ഇനി ആ മുറിവ് നമ്മൾ കെട്ടിവെക്കാമോ എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ മുറിവ് നമ്മൾ കെട്ടിവെക്കാറില്ല. കാരണം കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആ വൈറസ് അത് ട്രാപ്പായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മിക്കപ്പോഴും കടി കിട്ടിയ മുറിവുകൾ ഡോക്ടർമാർ തുന്നിക്കെട്ടാത്തത്. ഇനി ഉണ്ടാകുന്ന സാഹചര്യം ബ്ലീഡിംഗ് ആണ്. കണ്ടമാനം ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പലപ്പോഴും ഒന്ന് പേടിച്ചൊന്ന് പിന്മാറും. കഴുകണോ വേണ്ടയോ, നേരെ നമ്മൾ ആശുപത്രിയിൽ പോകാനൊരു തിരക്കിലായിരിക്കും. പക്ഷേ കഴുകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു രീതി. നേരത്തെ പറഞ്ഞ പോലെ വൈറസിൻ്റെ പ്രസൻസ് നമുക്ക് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും ഗുണം പിന്നീട് അത് ചെയ്യുന്നതായിരിക്കും. ഇനി അഥവാ ഭയങ്കര ബ്ലീഡിംഗ് ആണെങ്കിൽ, നമുക്ക് കഴുകാൻ പേടിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഉടനെ പറയാം കഴിയിട്ടില്ല എന്ന കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, എവിടെ നിന്നൊക്കെ നമുക്ക് പേവിഷബാധ ഏൽക്കാം എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് പൂച്ചയിൽ നിന്നും പട്ടിയിൽ നിന്നും ആകും അല്ലേ. ഇത് മാത്രമല്ല, ചൂടുരക്തമുള്ള, അതായത് നമ്മൾ ഈ പറഞ്ഞ നായ്ക്കൾ, പൂച്ചകൾ, കുറുക്കൻ, പശു, ആട്, വവ്വാൽ, ഇവിടെ നിന്നൊക്കെ നമുക്ക് പേവിഷബാധ കിട്ടാവുന്നതാണ്. സാധാരണ രീതിയിൽ ഇപ്പം എനിക്ക് കൂടുതൽ വരുന്ന സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്സിൻ എടുത്ത ഡോഗ്സ് ആണ് അല്ലെങ്കിൽ പൂച്ചയാണ് എന്നെ മാന്തി, അപ്പോൾ ഇനി വാക്സിൻ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം ഒരു തരത്തിലും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു അസുഖമാണ് റാബീസ്. കാരണം വന്നു കഴിഞ്ഞാൽ 100% വരെ മരണം ഉറപ്പാണ്. അപ്പോൾ ചോദിക്കും, വാക്സിൻ എടുത്തതല്ല ഡോക്ടറെ, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ പിന്നെ എടുക്കുന്നുള്ളതാണ്. ആ സമയത്താണ് നമ്മൾ വാക്സിൻ ഫെയിലറിനെ പറ്റി ചർച്ച വരുന്നത്. ഈ കഴിഞ്ഞ മാസം മരിച്ചല്ലോ, അതിൽ പകുതി പേരും അല്ലെ ഏകദേശം എല്ലാവരും തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് റാബീസ് വന്നതെന്നുള്ളതാണ്. വാക്സിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അകത്തേക്ക് കയറുന്ന വൈറസിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കി ശരീരത്തിനെ ഇതിനെതിരെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാക്കിയുള്ളതാണ്. അതായത് ആൻറ്റിബോഡി പ്രവർത്തിച്ച് വരുന്നതിന് മുമ്പേ വൈറസ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത്, റാബീസിൻ്റെ കാര്യത്തിൽ നമ്മുടെ തലച്ചോറിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാക്സിൻ ഫെയിലർ സംഭവിക്കാം. ഇതാണ് മെയിൻ കാരണങ്ങൾ 1. 2, ഇനി ഈ കടി കിട്ടിയ വൂണ്ടിലായിരിക്കുമല്ലോ വൈറസിൻ്റെ തോത് കൂടുതൽ. അങ്ങനെയുള്ളിടത്തേക്ക് നമ്മൾ റെഡിമെയ്ഡ് ആൻറ്റിബോഡി, നമ്മളതിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയാം, ആ സൈഡിലേക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും ഇഞ്ചക്ഷൻ വഴി. അതായത് ആ ഭാഗത്തുള്ള വൈറസിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുന്നു. ഇനിയൊരു കാര്യം, 4 കടി കിട്ടി, നല്ല മുറിവുകളാണ്, 3 നമ്മൾ കണ്ടുള്ളൂ, 3 മാത്രമേ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 4ാമത്തെ മുറിവിൽ നിന്നും വൈറസ് അകത്തേക്ക് കയറി ഈ പറഞ്ഞ സിംറ്റംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ റാബീസ് വൈറസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അകത്ത് കയറി മസിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹത്തിലൂടെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കൂടെ സ്പൈനൽ കോഡ് എത്തുകയും അവിടെ തലച്ചോറിലെത്തുകയും പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന സിംറ്റംസ് ഒക്കെ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. മണിക്കൂറിൽ വെറും 3 മില്ലിമീറ്റർ മാത്രം നീങ്ങാൻ കഴിയുന്നൊരു വൈറസാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും സ്ലോയിൽ പോകുന്നൊരു വൈറസാണ്. അതായത് ഒരു ദിവസം ഏകദേശം 10 സെൻറ്റിമീറ്റർ വരെ ചിലപ്പം നീങ്ങാൻ ഇതിന് സാധിക്കും. വൈറസ് നാഡീവ്യൂഹത്തിലേക്ക് കയറാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. പലപ്പോഴും ഇത് സാധിക്കാത്തതാണ് വാക്സിൻ ഫെയിലറിന് കാരണം. ഇനിയുള്ളത് വാക്സിൻ്റെ ക്വാളിറ്റി പറ്റിയാണ്. എപ്പോഴും 2 കൂട്ടരുണ്ട് അതിനെ പറ്റി. വാക്സിൻ്റെ ക്വാളിറ്റി മോശമാണ്, അല്ലെങ്കിൽ പൈസ വെറുതെ കളയാനാണ്, മാഫിയാണ്. പക്ഷെ വാക്സിൻ ഇല്ലാതെ വേറൊരു ഓപ്ഷൻ ഇതിനകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇനി വാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, വാക്സിൻ എപ്പോഴും ഒരു തണുപ്പ്, അതായത് 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇരിക്കണം. അതിനെ ഉണ്ടാക്കുന്നിടം മുതൽ മാനുഫാക്ചറിങ്, അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ ട്രാൻസ്പോർട്ട്, ഈവൻ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നവരെ അതിന് തണുപ്പ് ഉണ്ടാവണം. തണുപ്പ് കൂടിയാലോ ചൂട് കൂടിയാലോ വൈറസിന് എഫക്റ്റീവ് ഉണ്ടാകത്തില്ല. ഇനിയുള്ള കാര്യം, നമ്മൾ വാക്സിൻ ഇഞ്ചക്ട് ചെയ്യുന്നവരുടെ കയ്യിലാണ്. അതായത് ഇത് മസിലെടുക്കാം, തൊലിക്കടയിലെടുക്കുന്ന ഡോസ് അല്ല നമ്മൾ മസിലിനകത്ത് എടുക്കുമ്പോൾ. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വാക്സിൻ എടുക്കാറില്ല. അങ്ങനെ എടുത്താലും ഈ പറഞ്ഞ പോലെ ഫെയിലർ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഇമ്മ്യൂണിറ്റി ഡിഫറെൻ്റ് ആണ്.
നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഒരാളാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ ക്യാൻസറിൻ്റെ മെഡിക്കേഷനൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ HIV ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വാക്സിനൊക്കെ ഫെയിൽഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞേ ഉള്ളൂ, ഇനിയും കാരണങ്ങൾ ഉണ്ടാവാം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ പേവിഷബാധ പൂച്ചകളിൽ എന്തൊക്കെയാണ് സിംറ്റംസ് ഉള്ളതാണ്. നമ്മൾ പൊതുവെ പറയുമ്പോൾ പൂച്ചയായാലും പട്ടിയായാലും നമ്മൾ രണ്ട് തരം പറയും. നമ്മൾ ഈ സിനിമയിലും പോസ്റ്ററിലും അല്ലെ നമ്മുടെ മനസ്സിൽ തന്നെ പേവിഷബാധ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക, നമ്മൾ ഭയങ്കര അക്രമസക്തനായി തുപ്പലൊക്കെ ഒലിപ്പിച്ച് ഭയങ്കര കടിക്കാൻ വരുന്ന നായ, ഇതാണ് ഫ്യൂരിയസ് ഫോം എന്ന് പറയാം. പൂച്ചയായാലും പട്ടിയായാലും സ്വഭാവത്തിന് നേരെ വിപരീതമായി അഗ്രസീവ് ടെൻഡൻസി, കടിക്കാൻ വരിക, ഒരു പ്രകോപനം ഇല്ലാതെ കടിക്കാൻ വരിക, അതൊക്കെ ആയിരിക്കും എൻ്റെ സിംറ്റംസ്. പിന്നെ നമ്മൾ ഹൈഡ്രോഫോബിയ, വെള്ളത്തിനെ പേടി എന്ന് പറയും അല്ലേ. ശരിക്കും പറഞ്ഞാൽ വൈറസ് നമ്മുടെ കഴുത്തിലെ മസിൽസിനെ അത് അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഇറക്കാൻ പറ്റുന്നുണ്ടാവത്തില്ല. ഈ വെള്ളം ഇറക്കാൻ പറ്റാനുള്ള പരിഭ്രാന്തിയാണ് നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ട് എയറോഫോബിയ, അതായത് കാറ്റൊന്ന് തലോടിയാൽ തന്നെ അവർക്ക് പേടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ സെൻസിറ്റീവ് ടു സ്റ്റിമുലി, അതായത് നമ്മൾ തൊടുമ്പോഴൊക്കെ പെട്ടെന്ന് ഞെട്ടുക, ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂരിയസ് ഫോമിൽ വരിക. ഇനിയുള്ളത് ഡം ഫോം, ഇത് പലർക്കും ആരും ഉണ്ടാകത്തില്ല. അതായത് നേരെ വിഭിന്നമായി തളർന്നു പോവുക എന്നുള്ളതാണ്. അസനിങ് പാരാലിസിസ്, കാലിന് മുതൽ മേലിലേക്ക് തളർന്നു കിടന്ന് പോവുക. ഈ സിംറ്റം വെറ്റിനറിയൻസിനെ ഭയങ്കര കൺഫ്യൂസിങ് ആക്കാറുണ്ട്. കാരണം തളർച്ച എന്നുള്ളത് എപ്പോഴും നമ്മൾ നേരെ പേവിഷബാധയ്ക്കായിരിക്കും പോവുക, വേറെ പല അസുഖങ്ങളുണ്ട്, നമ്മൾ അങ്ങോട്ടായിരിക്കും പോവുക. ഇനിയുള്ള കാര്യം, വേറെ സംശയം എന്താണ്, പൂച്ചകളിൽ ഇതേപോലെ തന്നെയാണ് സിംറ്റംസ് വരാൻ. ഇനി പൂച്ചകളുടെ കാര്യം, സൗണ്ട് കണ്ടമാനം മാറും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് പെൺപൂച്ചയ്ക്ക് ഹീറ്റിലേക്ക് വരുമ്പോഴേക്കും ഈ പറഞ്ഞ വോക്കലൈസേഷൻ വല്ലാത്ത രീതിയിൽ വരും. മേറ്റിംഗ് കോളാണ്, അത് കേട്ടാലും പരിഭ്രാന്തരാവരുത്, അത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ പിന്നുള്ള ചോദ്യം, ഈ പറഞ്ഞ നായകൾക്കും പൂച്ചകൾക്കും എപ്പോൾ തൊട്ട് റാബീസ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. 3 മാസം മുതൽ വാക്സിൻ എടുത്തു തുടങ്ങാം. 3 മാസം ഒന്നെടുക്കാം, 4 മാസം ഒന്നെടുക്കാം, പിന്നെ വർഷം നമ്മൾ ആനുവൽ ബൂസ്റ്റ് എടുത്ത് കീപ്പപ്പ് ചെയ്ത് പോകാം. ഒരു കാരണവശാലും തന്നിരിക്കുന്ന ഡേറ്റ് വിട്ട് അത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി വെറ്റിനറിയൻസ് തന്നെ വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നേരത്തെ പറഞ്ഞ വാക്സിൻ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ടോ, അതായത് വാക്സിൻ ഫ്രിഡ്ജിൽ തന്നെയാണോ വരുന്നത്, വാക്സിൻ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം ഐസ് ബോക്സിലാണോ അല്ല ഐസിലിട്ടാണോ വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോഴും ഉണ്ട്, തണുപ്പ് കൂടി ഫ്രീസ് ആയാലും വാക്സിൻ്റെ എഫിക്കസി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും വാക്സിൻ റെക്കോർഡ് കീപ്പ് ചെയ്യുക, ഡോക്ടറിൻ്റെ സൈനും സീലും പതിപ്പിച്ച് തന്നെ വാങ്ങിക്കാം. ഇനിയുള്ള ചോദ്യം, ഇതിനുള്ള സൊല്യൂഷൻ, തെരുവ് നായ്ക്കളാണല്ലോ ഇതിന് മെയിൻ കാരണം. അപ്പോൾ ഇവരെ അങ്ങ് ഉന്മൂലനം ചെയ്താൽ ഇതിൻ്റെ സൊല്യൂഷൻ ആവത്തില്ല എന്നുള്ളതാണ്. തെരുവ് നായ്ക്കൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സമൂഹത്തിന് അതിനകത്ത് വലിയൊരു റോളുണ്ട്. കാരണം ഈ പറഞ്ഞ ഉദാഹരണത്തിന് വേനൽക്കാലത്തൊക്കെ കാട്ടിലെ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് കുറയും. ആ സമയത്ത് ഭക്ഷണം തേടി കുറുക്കനും കീരിയും ഒക്കെ കാട്ടിന് പതുക്കെ നാട്ടിലേക്ക് വരും. നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിടങ്ങളിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഹോട്ടൽ വേസ്റ്റും വീട്ടിലെ വേസ്റ്റും എല്ലാം ഒരിടത്ത് കൊന്നുകൂടി നിൽപ്പുണ്ടാകും. ഇവിടെ ഇവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം അവൈലബിൾ ആണ്. ഇതേ സ്ഥലത്ത് തന്നെ സ്ട്രേ ഡോഗ്സിൻ്റെ ഒരു കൂട്ടം ഓൾറെഡി ഉണ്ടായിരിക്കും. ഇപ്പം കാട്ടിൽ നിന്ന കീരി അല്ല കുറുക്കൻ ഈ ഭാഗത്തുണ്ടാകുന്ന നായ്ക്കളുമായി അടിപിടി കൂടുകയാണെങ്കിൽ ഇനി അവർക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ, അതായത് കാട്ടിലെ പേവിഷബാധ നേരെ നാട്ടിലേക്ക് എത്തുകയുണ്ടായി. പിന്നെ റാബീസ് വന്ന ഒരു നായ ഒരിക്കലും പിന്നെ കൂട്ടത്തിൽ കൂടത്തില്ല, അവരൊറ്റയ്ക്കായിരിക്കും നടക്കുക. അവർ ഓടി നടന്ന് എവിടെയൊക്കെ കടിക്കാൻ പറ്റുമോ അവർക്ക് കടിക്കും. അവർക്കൊക്കെ പേവിഷബാധ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ABC പ്രോഗ്രാമൊക്കെ നടത്തുന്നില്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്സിൻ ഡ്രൈവ് ഒക്കെ നടത്തുന്നില്ലേ, അതൊക്കെ ഇതിനെ ഒരു തരത്തിൽ വരെ കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ആദ്യം വാക്സിനെ പറ്റി പറയാം. ഈ പറഞ്ഞ തെരുവ് നായ്ക്കളുടെ വാക്സിനേഷൻ പ്രോപ്പർലി നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമില്ല. ഒരു പട്ടിയെ തന്നെ പിന്നെയും കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് സെക്കൻഡ് ഷോട്ട് ബൂസ്റ്റർ എടുക്കാൻ നേരം ആളെ കാണത്തുണ്ടാകത്തില്ല. അതുമല്ല ഭയങ്കര അഗ്രസീവാണ്, ചിലർ ഭയങ്കര ഓടിപ്പൊക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് വാക്സിൻ എടുക്കാനേ പറ്റത്തില്ല. വാക്സിൻ എടുത്താൽ പ്രൊട്ടക്ഷൻ കിട്ടും, എടുക്കേണ്ട രീതിയിൽ എടുക്കേണ്ട ഡോസിലെടുത്താൽ. പിന്നെ അഗ്രസീവ് ഡോഗ്സിനൊക്കെ ആണെങ്കിൽ വാക്സിൻ എടുക്കുമ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും 1 ml ഡോസ് വരിക. ആ ഒരു വെപ്രാളം കാരണം 1 ml കുറച്ചെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാലും വാക്സിൻ്റെ എഫിക്കസി കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ABC. ഈ ABC എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ധ്യീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രസവം നിർത്തുക പെൺപട്ടിയിൽ, ആൺപട്ടിയിൽ അതുപോലെ തന്നെ ചെയ്യുക. പക്ഷേ ഇത് ഒരു 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. ഉടനടി ഒരു സൊല്യൂഷൻ വരത്തില്ല. ഒരു പട്ടിയെങ്കിലും ഇത് ചെയ്യാതെ നമ്മൾ പ്രസവിക്കുന്നുണ്ടെങ്കിൽ, ഒരു പട്ടി 4 കുഞ്ഞിനെ പ്രസവിച്ചെങ്കിൽ 4 പട്ടി 6 മാസം പിന്നെ പ്രസവിക്കും. പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെതിരെ ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം, ഒരു കൂട്ടർ വരുന്നു സ്ട്രേ ഡോഗ്സിനെല്ലാം കൊല്ലുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ കൂട്ടർ വരുന്നു ഈ പറഞ്ഞ സ്ട്രേ ഡോഗ്സിനൊക്കെ വാക്സിനേറ്റ് ചെയ്ത് ഒരിടത്ത് ഹാർബർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ
നമ്മുടെ ഒരു നാടിൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലം കൊടുക്കാൻ ആർക്കും സമ്മതമായിരിക്കത്തില്ല. സ്ട്രേ ഡോഗ്സിനെല്ലാം ഒരിടത്ത് കൊണ്ടിടുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പ്രശ്നങ്ങളുള്ള സാധ്യത കൂടുതലാണ്. ഇനി കൊല്ലുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണ്. റീസെൻ്റ്ലി നമ്മൾ ഒരു ആശയം വെക്കുന്നുണ്ട്, സംഘടനയൊക്കെ തന്നെ. അതായത് അക്രമവാസന കൂടുതലുള്ള ഡോഗ്സിനെ മെഡിക്കലി നമുക്ക് ഉന്മൂലനം ചെയ്യാം എന്ന രീതിയിൽ. അപ്പോൾ ചോദ്യമുണ്ട്, വെറ്ററിനറിസൊക്കെ മൃഗസ്നേഹികളല്ലേ, നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? പക്ഷിപ്പനി വരുമ്പോൾ എന്താ സംഭവിക്കുക? അസുഖം ബാധിച്ച പക്ഷികളൊക്കെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതും വെറ്ററിനറിയൻസ് ആണ് ചെയ്യുന്നത്. എന്തിനാണ്? നമ്മുടെ സൊസൈറ്റിയുടെ ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പിഞ്ചു മക്കൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കടി കിട്ടി ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടാണെന്ന് വിചാരിക്കും. കുറച്ച് മെഡിക്കൽ കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ മുറിവുകൾ നമ്മൾ 3 കാറ്റഗറി പറയും. കാറ്റഗറി 1, 2, 3. അതിനകത്ത് കാറ്റഗറി 3 ആണ് ഏറ്റവും പ്രശ്നം. അതായത് മുറിവ് വന്നു, ബ്ലഡ് പുറത്തേക്ക് വരുന്നു, അങ്ങനെയുള്ള കേസുകളാണ് കാറ്റഗറി 3. അതുമല്ല, അസുഖമുള്ള നായയുടെ തുപ്പൽ അല്ലെ ഉമിനീര് നമ്മൾ ഈ പറഞ്ഞ കണ്ണിനകത്തോ നേരെ മൂക്കിനകത്തോ വായിക്കകത്തോ വീണ് കഴിഞ്ഞാൽ നമ്മൾ കാറ്റഗറി, അതായത് നമ്മൾ ഭയങ്കര പ്രോണാണ് ഈ റാബിസ് വരാനായിട്ട്. കാറ്റഗറി 1 എന്നുള്ളത് വെറുതെ ഇരിക്കുന്ന നായ, നമ്മുടെ മുറിവൊന്നും ഇല്ലാത്തൊരു സ്കിന്ന് പതുക്കെ ലിക്ക് ചെയ്തതൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി, കൈ നല്ലോണം വാഷ് ചെയ്താൽ മതി. കാറ്റഗറി 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രാച്ച് വീണു, ബ്ലഡ് പൊട്ടുപോലെ വന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വാക്സിൻസ് എടുക്കണം. ഇനി വാക്സിൻ എടുക്കാൻ ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ സാധാരണ വാക്സിനെ പോലെ 2 ഷോട്ടൊന്നും പോരാ, നമ്മൾ 5 ഷോട്ടാണ് പറയാം. നമ്മൾ കടിച്ച ദിവസം 0th ഡേ എന്ന് കണക്ക് കൂട്ടി 0th ഡേ, 3rd ഡേ, 7th ഡേ, 14th ഡേ, 21 or 28th ഡേ, ഇങ്ങനെ 5 ഷോട്ട്, 4 ഷോട്ടെങ്കിലും എടുത്താൽ മാത്രമേ നമുക്കിതിനുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ തരുന്ന ഡേറ്റ്സ് ആരും ഒരു ഉപേക്ഷയും വിചാരിക്കരുത്, ആ ഡേറ്റിൽ തന്നെ പോയി എടുക്കുക. കാരണം ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് റാബിസിനെ പറ്റി ആൾക്കാർ പിന്നെ ചിന്തിക്കുകയും വാക്സിനെ പറ്റി ഇമ്പോർട്ടൻസ് വരികയും ചെയ്യുക. അതായത് ഈ പറഞ്ഞ 0th ഡേ നമുക്ക് തന്നെ അറിയാം, 3rd ഡേ അല്ലെങ്കിൽ 7th ഡേ ആകുമ്പോഴേക്കും ആൾക്കാർക്ക് ചില പ്രയാസമൊക്കെ വന്നു തുടങ്ങും, എന്തെങ്കിലും യാത്ര ഉണ്ടാവും, അതും മുടങ്ങിപ്പോവും. പിന്നെ കടിച്ച നാട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന രീതിയിലായിരിക്കും ഒരു കൂട്ടരിയ്ക്കുക. ഇനിയുണ്ട് ആൾക്കാർ പറയും, സാർ എന്നെ കടിച്ചിട്ട് 10 ദിവസമായി, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ സിംറ്റം പുറത്ത് വന്നു കഴിഞ്ഞ് 10 ദിവസമാണ് മരണപ്പെടുക. അതും നമ്മളെപ്പോഴും കണക്കൂട്ടണം. ഇനി അടുത്തത്, നമ്മുടെ വീട്ടിലെ നായ അല്ലെങ്കിൽ വീട്ടിലെ പൂച്ച നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെ കടിച്ചു, നമ്മൾ എന്തൊക്കെയാണ് അതിന് പ്രിക്കോഷൻ ചെയ്യേണ്ടത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒഴുകുന്ന വെള്ളത്തിൽ ഒരു സോപ്പിട്ട് 20 മിനിറ്റിൽ മിനിമം നല്ലോണം കഴുകുക. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ചെറിയ ബ്ലീഡിങ് ആണെങ്കിലും കാര്യമൊക്കെ കണ്ടാൽ നമ്മൾ കഴുകുക. വലിയ ബ്ലീഡിങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറയുക, ഡോക്ടറെ കഴുകാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അവർ വേണ്ട ചെയ്തോളൂ. ഇനി ബാക്കി ഹോസ്പിറ്റലാണ് ചെയ്യുക. വലിയ യൂഷ്വലി നമ്മൾ തുന്നാറില്ല. തുന്നി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈറസ് ചിലപ്പോൾ അകത്ത് ട്രാപ്പായി പോയി അത് ഫർദർ അകത്തേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ്, തുന്നാറില്ല. പിന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ കാറ്റഗറി ഏതാണ് കണക്ക് കൂട്ടി ഡോക്ടേഴ്സ് തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കും. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടിച്ച നായ അല്ലെങ്കിൽ പൂച്ച, മാന്തിയ പൂച്ചയെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത്. നമ്മളതിന് വെള്ളവും ഭക്ഷണം കൊടുക്കണം. ചിലർക്ക് ദേഷ്യം മൂത്ത് അതിന് വിഷം കൊടുക്കാനുള്ള ടെൻഡൻസി, അങ്ങനത്തെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ മാത്രമേ ഇത് നമുക്ക് യൂഷ്വലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ 100% അതായത് നോർമൽ ഡെത്ത് സംഭവിച്ച നായയുടെ സാമ്പിൾ വേണം, ബ്രെയിൻ സാമ്പിളാണ് നമ്മളിതിനെ അനലൈസ് ചെയ്യുക. തിരുവനന്തപുരത്തേക്കാണെങ്കിൽ പാലോടാണ് നമുക്ക് ലാബുള്ളത്, അവിടെ കൊടുത്താൽ മാത്രമേ നമുക്കിന് ടെസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അതായത് സ്വാഭാവിക മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ടെസ്റ്റിനൊരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനിയുള്ള കാര്യം, വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ മിക്കവാറും കൗതുകം കൂടുതലാണ്, എപ്പോഴും പെറ്റ്സോട് കളിയായിരിക്കും. നമ്മൾ പൊതുവെ അച്ഛനമ്മമാർ വഴക്ക് പറയും കളിക്കുന്നതിന് അല്ലേ. അപ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് പറയാൻ പേടിയായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഭാവിയിൽ അപകടമായേക്കാം. കാരണം പേടിച്ച് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പെറ്റിന് എങ്ങനെയും വിധത്തിൽ ഈ പറഞ്ഞ റാബീസ് ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികളെ കഴിവതും പ്രോത്സാഹിപ്പിക്കുക. കടി കിട്ടിയാലോ മാന്തി കിട്ടിയാലോ വഴക്ക് പറയേണ്ടതെന്നല്ല, എന്നാലും അത് പറയാൻ അവരെ പ്രേരിപ്പിക്കുക. ഇനിയും ഇത്രയൊക്കെയാണ് ഏകദേശം കോമൺ ആയിട്ട് വരുന്ന സംശയങ്ങൾ. ഇനി ബാക്കി വരുന്ന സംശയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.